എല്ലാവർക്കും നമസ്കാരം. ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ എ ടീമും ശ്രീലങ്ക എ ടീമും തമ്മിൽ നടന്ന ത്രിരാഷ്ട്ര പരമ്പരയിലെ മത്സരം വെറുമൊരു കളി എന്നതിനപ്പുറം വലിയൊരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. ഡംബുള്ളയിൽ നടന്ന മത്സരത്തിൽ സൂപ്പർ ഓവർ നാടകീയതയ്ക്കൊടുവിൽ ഇന്ത്യ പരാജയപ്പെട്ടതിനു പിന്നാലെ ഗ്രൗണ്ടിൽ കളിക്കാർ തമ്മിൽ ഉന്തും തള്ളും കയ്യാങ്കളിയുമായി മാറിയ കാഴ്ചയാണ് ലോകം കണ്ടത്. ക്രിക്കറ്റിന്റെ മാന്യതയ്ക്ക് നിരക്കാത്ത തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് മത്സരത്തിനു ശേഷവും മത്സരത്തിനിടയിലും ഗ്രൗണ്ടിൽ അരങ്ങേറിയത്. അമ്പയർമാരുടെ വിവാദ തീരുമാനങ്ങളും ഫ്ലഡ്ലൈറ്റുകൾ പോലുമില്ലാത്ത ഗ്രൗണ്ടിലെ വെളിച്ചക്കുറവും ലങ്കൻ താരങ്ങളുടെ അമിതാവേശവുമെല്ലാം ചേർന്നപ്പോൾ മത്സരം കളി കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തിച്ചു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യൻ ടീമിന്റെ തുടക്കം അത്ര മികച്ചതായിരുന്നില്ല എങ്കിലും മധ്യനിരയിൽ സൂര്യൻ ഷെഡ്ജയും വിപ്രാജ് നിഗമും നടത്തിയ തകർപ്പൻ പ്രകടനമാണ് ഇന്ത്യയെ തകർച്ചയിൽ നിന്നും കരകയറ്റിയത്. സൂര്യൻ ഷെഡ്ജെ 72 റൺസും വിപ്രാജ് നിഗം 51 റൺസുമെടുത്ത് പോരാടിയതോടെ ഇന്ത്യ നിശ്ചിത ഓവറിൽ 265 റൺസ് എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിച്ചേർന്നു. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്കൻ ടീമും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്ത്യൻ ബൌളർമാർ മികച്ച രീതിയിൽ പന്തെറിഞ്ഞെങ്കിലും ലങ്കൻ ബാറ്റർമാർ കൃത്യമായ ഇടവേളകളിൽ റൺസ് കണ്ടെത്തിക്കൊണ്ടിരുന്നു. ഇതിനിടയിലാണ് മത്സരത്തിന്റെ ഗതി മാറ്റിയ ഒരു പ്രധാന സംഭവമുണ്ടാകുന്നത്. ഇന്ത്യൻ ബൌളറായ വിപ്രാജ് നിഗം പന്തെറിയുന്നതിനിടയിൽ പിച്ചിന്റെ അപകട മേഖലയിലൂടെ, അതായത് ഡേഞ്ചർ ഏരിയയിലൂടെ ഓടിയതിനെ തുടർന്ന് അമ്പയർമാർ ഇന്ത്യയ്ക്ക് 10 റൺസ് പെനാൽറ്റിയായി വിധിച്ചു. ഈ 10 റൺസ് പെനാൽറ്റി പിന്നീട് ഇന്ത്യൻ ടീമിന് എത്രത്തോളം വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ആ സമയത്ത് ആരും ചിന്തിച്ചിട്ടുണ്ടാകില്ല. മത്സരത്തിന്റെ അവസാന ഓവറുകളിലേക്ക് നീങ്ങിയപ്പോൾ ലങ്കൻ ടീമിന് വിജയിക്കാൻ കൃത്യമായ റൺസ് ആവശ്യമായിരുന്നു. ഒടുവിൽ നിശ്ചിത ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ശ്രീലങ്കൻ ടീമും കൃത്യം 265 റൺസിൽ തന്നെയാണ് അവസാനിച്ചത്. ഇതോടെ മത്സരം ടൈ ആവുകയും കളി സൂപ്പർ ഓവറിലേക്ക് നീളുകയും ചെയ്തു. എന്നാൽ ഇവിടെ മുതലാണ് യഥാർത്ഥ നാടകീയതകൾക്ക് തുടക്കമാകുന്നത്. ഡംബുള്ളയിലെ ഗ്രൗണ്ടിൽ ഫ്ലഡ് ലൈറ്റ് സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ കനത്ത വെളിച്ചക്കുറവാണ് അനുഭവപ്പെട്ടിരുന്നത്. ഇത്രയും വലിയൊരു ടൂർണമെന്റിൽ ലൈറ്റുകളില്ലാത്ത അവസ്ഥയിൽ എങ്ങനെ സൂപ്പർ ഓവർ കളിക്കും എന്നതിനെ ചൊല്ലി വലിയ തർക്കങ്ങൾ ഉടലെടുത്തു. ഇന്ത്യൻ ക്യാപ്റ്റൻ തിലക് വർമ്മ അമ്പയർമാരുമായി ദീർഘനേരം സംസാരിക്കുകയും വെളിച്ചക്കുറവുള്ള സാഹചര്യത്തിൽ കളി തുടരുന്നതിലെ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. എന്നാൽ ഈ അപ്പീലുകളൊന്നും വിലപ്പോയില്ലെന്ന് മാത്രമല്ല, മത്സരം സൂപ്പർ ഓവറിലേക്ക് തന്നെ നീങ്ങാൻ അമ്പയർമാർ തീരുമാനിക്കുകയായിരുന്നു. സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്കൻ ടീം 16 റൺസാണ് അടിച്ചുകൂട്ടിയത്. എന്നാൽ ഈ ഓവറിൽ അമ്പയർമാർ എടുത്ത ചില തീരുമാനങ്ങൾ ഇന്ത്യൻ ക്യാപ്റ്റൻ തിലക് വർമ്മയെ കടുത്ത രീതിയിൽ പ്രകോപിപ്പിച്ചു. ചില പന്തുകൾ കൃത്യമായ വൈഡുകളും നോബോളുകളുമായിരുന്നിട്ടും അമ്പയർമാർ അത് ലങ്കയ്ക്ക് അനുകൂലമായി നൽകിയെന്നാണ് ഇന്ത്യൻ ക്യാമ്പ് ആരോപിക്കുന്നത്. ഇതിനെ ചൊല്ലി തിലക് വർമ്മ അമ്പയർമാരോട് മൈതാന മധ്യത്തിൽ വെച്ച് കടുത്ത ഭാഷയിൽ തർക്കിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഒരു ഘട്ടത്തിൽ കളി തന്നെ തടസ്സപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. തുടർന്ന് 17 റൺസ് എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യൻ ടീമിന് ലങ്കൻ ബൌളർ കുഗദാസ് മദലൻ എറിഞ്ഞ ഓവറിൽ വെറും 9 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. ഇതോടെ ശ്രീലങ്ക എ ടീം മത്സരത്തിൽ സൂപ്പർ ഓവറിലൂടെ നാടകീയ വിജയം സ്വന്തമാക്കുകയായിരുന്നു. എന്നാൽ യഥാർത്ഥ വിവാദങ്ങൾ പുകയാൻ തുടങ്ങിയത് മത്സരം അവസാനിച്ച ആ നിമിഷം മുതലാണ്. വിജയം ഉറപ്പാക്കിയ ഉടൻ തന്നെ ലങ്കൻ ബൌളർ കുഗദാസ് മദലനും മറ്റ് ടീം അംഗങ്ങളും ഇന്ത്യൻ കളിക്കാരെ നോക്കി അമിതാവേശത്തോടെയും പരിഹാസത്തോടെയും വിജയം ആഘോഷിക്കാൻ തുടങ്ങി. ഇത് തോൽവിയുടെ നിരാശയിലായിരുന്ന ഇന്ത്യൻ യുവനിരയെ കടുത്ത രീതിയിൽ പ്രകോപിപ്പിച്ചു. ഇന്ത്യയുടെ യുവ ഓപ്പണറായ വൈഭവ് സൂര്യവംശി ഈ പ്രകോപനങ്ങളിൽ സഹിക്കാനാവാതെ ലങ്കൻ ബൌളർ മദലന് നേരെ തിരിയുകയും ഇരുവരും തമ്മിൽ കടുത്ത വാഗ്വാദം ആരംഭിക്കുകയും ചെയ്തു. പരസ്പരം ചീത്തവിളികളും കൈചൂണ്ടലുകളുമായി രംഗം പെട്ടെന്ന് തന്നെ വഷളായി മാറി. രംഗം വഷളാകുന്നത് കണ്ട ഉടൻ തന്നെ ശ്രീലങ്കയുടെ സീനിയർ താരം നിരോഷൻ ഡിക്വെല്ലയും ഇന്ത്യയുടെ സൂര്യൻ ഷെഡ്ജയും മറ്റു കളിക്കാരും ചേർന്ന് ഇരുമ്പുമറ പോലെ ഇരു താരങ്ങൾക്കും ഇടയിൽ നിൽക്കുകയും അവരെ ബലമായി പിടിച്ചു മാറ്റുകയുമായിരുന്നു. എങ്കിൽ പോലും പവലിയനിലേക്ക് മടങ്ങുന്ന സമയത്ത് വൈഭവ് സൂര്യവംശി ലങ്കൻ കളിക്കാർക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള മത്സരത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അച്ചടക്ക ലംഘനമാണ് ഇരു ടീമുകളുടെയും ഭാഗത്തുനിന്നും ഉണ്ടായത്. മത്സരത്തിലെ അമ്പയറിംഗ് പിഴവുകളും കളി നിയന്ത്രിക്കുന്നതിലുണ്ടായ വീഴ്ചകളും ഈ സംഘർഷത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തെ മാച്ച് റഫറിയായ പ്രദീപ് ജയപ്രകാശ് വളരെ ഗൌരവത്തോടെയാണ് കണ്ടിരിക്കുന്നത്. ഗ്രൗണ്ടിൽ മോശമായി പെരുമാറിയ വൈഭവ് സൂര്യവംശിക്കും കുഗദാസ് മദലനും എതിരെ വരും ദിവസങ്ങളിൽ കടുത്ത അച്ചടക്ക നടപടികളും മാച്ച് ഫീ പിഴയും ഉണ്ടാകുമെന്നാണ് സൂചനകൾ. അമ്പയർമാരുടെ ഭാഗത്തുനിന്നുണ്ടായ ആ വിവാദ തീരുമാനങ്ങളാണോ അതോ ഇന്ത്യക്ക് ലഭിച്ച ആ 10 റൺസ് പെനാൽറ്റിയാണോ കളി തോൽക്കാൻ പ്രധാന കാരണം? ലങ്കൻ താരങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ആ അതിരുകടന്ന വിജയാഘോഷത്തെക്കുറിച്ചും അതിനോട് നമ്മുടെ യുവതാരം വൈഭവ് സൂര്യവംശി പ്രതികരിച്ച രീതിയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് ക്രിക്കറ്റ് വാർത്തകളും തത്സമയ അപ്ഡേറ്റുകളും ഒട്ടും വൈകാതെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ നമ്മുടെ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക.